ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പാലട പായസം ഉണ്ടാക്കാം, പാലട പ്രഥമൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ പാലട പ്രഥമൻ ഉണ്ടാക്കാൻ ആവശ്യമായ മിൽമേന്റെ പാലട മിക്സ്, അതുപോലെ തന്നെ 2 പാക്കറ്റ് പാല്, പഴം, പപ്പടം, പഞ്ചസാര, പിന്നെ സാധാരണ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സാമഗ്രികളൊക്കെ അതിനുവേണ്ടി സംഘടിപ്പിച്ചു. അപ്പൊ നമ്മൾ പാലട പായസം ഉണ്ടാക്കുന്നതിന് മുന്നേ 2 ടീസ്പൂൺ പഞ്ചസാരപ്പാവ് ഉണ്ടാക്കാൻ പോണേ. ഇപ്പൊ എന്തിനാ ഈ പഞ്ചസാരപ്പാവ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ പാലട പായസത്തിന് ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാരപ്പാവ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു പാക്കറ്റ് പാല് ഒഴിച്ചു. ആ പാക്കറ്റ് പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കി വെച്ച പഞ്ചസാരപ്പാവ് മെല്ലെ ആ പാലിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. അത് ഈ ഇളക്കല് ഈ പായസം ഉണ്ടാക്കണതിൽ നിർബന്ധമാണ്. ഇള കാരണവന്മാര് പറഞ്ഞതുപോലെ ഇളക്കി കൊണ്ടേ നിൽക്കണം. ഓക്കെ, അപ്പോൾ ഒരു പാക്കറ്റ് പാല് തിളച്ചതിന് ശേഷം 2ാമത്തെ പാക്കറ്റ് പാലും കൂടി അതിലേക്ക് മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്തതിന് ശേഷം ജിത്തുവാണ് ഈ 2 പാക്കറ്റ് പാലും കൂടി അതുപോലെ തന്നെ പഞ്ചസാരപ്പാവും കൂടി ഇട്ട് ഇളക്കുന്നത്. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കാനുള്ള ചാൻസ് എല്ലാവർക്കും നമ്മൾ കൊടുക്കും. ഇത് കാണുന്നവർക്കും, ഈ ഉണ്ടാക്കുന്നത് കാണുന്നവർക്കാണ്, വീഡിയോ കാണുന്നവർക്കല്ല. ഈ പായസം ഉണ്ടാക്കണ കാണുന്നവർക്കും കഴിക്കാൻ വന്നവർക്കും എല്ലാവർക്കും ഇളക്കാനുള്ള ചാൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പാല് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ആ പാലട പ്രഥമന്റെ മിക്സ്, ഇതാണ് ആ പാലട പ്രഥമന്റെ മിക്സ്. ഇത് നമ്മൾ നല്ല പാല് വെട്ടി തിളച്ചതിന് ശേഷം ഈ പാലട പ്രഥമന്റെ മിക്സ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിന്റെ പാക്കറ്റിന്റെ മുകളിൽ 15 മിനിറ്റോളം വെക്കണം എന്നാണ്. എന്നാലും നമ്മൾ പാല് കുറുകണ വരെ, അല്ല പായസത്തിന്റെ ആ കറക്റ്റ് കട്ടിയാവണ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കണം. അതിങ്ങനെ കുറുക്കിയെടുത്താലേ പായസത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ മെല്ലെ അത് ഏകദേശം ഒരു 90% ഒക്കെ ആയ സമയത്ത് നമ്മൾ പായസം മെല്ലെ ഇറക്കി വെച്ചു. നെയ്യ് ഒഴിച്ചു. നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് അതും നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഈ ഇളക്കല് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ അണ്ടിയും മുന്തിരി എല്ലാം കൂടി കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ബ്രൗൺ കളർ വരുന്ന വരെ ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കാം. ഇത് ഇളക്കി കഴിഞ്ഞിട്ട് സത്യത്തിൽ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇത് യൂട്യൂബിൽ നോക്കിയിട്ടാണ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പഠിച്ചത്. അപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ആ പാൽപ്പായസത്തിലേക്ക് ആഡ് ചെയ്യുക. ഇളക്കാൻ അടുത്ത ആൾ വന്ന്, അപ്പം ഈ കാണുന്ന ആളുകളൊക്കെയാണ് ഇത് ഇളക്കുന്നത്. അമ്പാടിയാണ് ഇളക്കാൻ വന്നത്. അതിനുശേഷം നമ്മൾ പായസം മാറ്റി വെച്ചു, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളൊരു പപ്പടം കാച്ചാൻ തുടങ്ങി. നമ്മൾ ഇന്നത്തെ ഡിഷ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ പായസം കുടിക്കാൻ പോകണമെന്ന് വെച്ചാൽ പപ്പടം, പഴം, പായസം എല്ലാം കൂടിയും കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് കഴിക്കാൻ പോണത്. ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ്. ആദ്യം നമ്മൾ എന്താന്ന് വെച്ചാൽ പത്തിരിയോ ചപ്പാത്തിയോ എന്തെങ്കിലും വാങ്ങിയാലോ എന്നൊക്കെ തീരുമാനിച്ചു. പിന്നീടാണ് നമ്മൾ പെട്ടെന്ന് ഐഡിയ മാറി പപ്പടം, പഴം, പായസം കൂടി അതുപോലെ തന്നെ നല്ലൊരു കട്ടൻ ചായയും കൂടി ഇതിൻ്റെ കൂടെ കുടിക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ പപ്പടം, പഴം, പായസം എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഇത് എങ്ങനെ കഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് എന്നുള്ളത് ജിതിൻ പറഞ്ഞതും. കാരണം അവൻ നല്ലൊരു ടെസ്റ്ററാണ്. ഇത് കഴിച്ചാൽ ഇതിൻ്റെ ഒരു ഫീൽ, ആ ടേസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ ജിതിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് തന്നെ അവിടെ പിന്നെയും പായസം, ബാക്കിയുള്ള ബാലൻസ് ഉള്ള പായസം ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ജിത്തു അമ്പാടിയും കൂടിയും. അപ്പോൾ ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ജിതിൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. കണ്ടോ ആ കുഴക്കല്, കണ്ടോ, നോക്കൂ എന്താണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ കുറച്ച് എക്സ്പ്രഷനൊക്കെ അവൻ്റെ മുഖത്ത് എക്സ്ട്രാ ഇട്ട് കൊടുത്താണ്. അത്ര വലിയ ടേസ്റ്റ് ഒന്നും പായസത്തിനില്ല. ഞങ്ങൾ ഉണ്ടാക്കിയതിനെ കൊണ്ടായിരിക്കും കേട്ടോ വലിയ ടേസ്റ്റ് ഇല്ലാത്ത. എന്നാലും ഉണ്ടാക്കാറുള്ളവർക്കൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഒരു ആക്ഷൻ ഉണ്ട്, അടിപൊളിയായിക്കണെന്നാണ്. രസം പുക കളിക്കണേ, അതവൻ പറയില്ല.